UDF സർക്കാർ അധികാരത്തിൽ വരികയും പുതിയ നയപ്രഖ്യാപനത്തിൽ ആർത്തവ അവധി കുട്ടികൾക്ക് 3 ദിവസം നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അത് പ്രായോഗികമാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ തീർച്ചയായും അവർക്ക് കളിക്കളം അന്യമായപ്പോൾ സ്വന്തം പോരാട്ടത്തിലൂടെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ വിനയ എന്നെ അവർക്ക് കളിക്കാനൊരു ഇടം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പെൺകളിക്കളത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആർത്തവ അവധി പ്രായോഗികമാണോ എന്നുള്ളതാണ്. അതായത് എന്തായാലും ഇനിയൊരു തലമുറേനെ വാർത്തെടുക്കേണ്ട ചുമതല അല്ലെങ്കിൽ അത് സ്ത്രീകൾ തന്നെയാണ്. അതിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർക്കിത് ക്ലെയിം ചെയ്തുകൂടാ? എല്ലാവരും നിർബന്ധമായും ആർത്തവ അവധി എടുക്കണമെന്നല്ലല്ലോ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മോനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം 14ാമത്തെ ദിവസമാണ് ഞാൻ എൻ്റെ പരേഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരവധി എടുത്ത വ്യക്തിയല്ല. പക്ഷേ കുട്ടികൾ ധാരാളം പേര് വളഞ്ഞ് വില്ല് പോലെ വളഞ്ഞതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അർഹതപ്പെട്ട കുട്ടികൾക്ക് വേണ്ട കുട്ടികൾ അവർക്ക് സ്വസ്ഥമായിട്ട് 3 ദിവസം ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഇരിക്കട്ടെ. അതുമല്ല അതിൻ്റെ ആ ക്ലാസ്സുകൾ സർക്കാർ എടുത്തു കൊടുക്കുന്നുമാണ് പറയുന്നത്. അതായത് ഓൺലൈനായിട്ടൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കട്ടെ. എന്തായാലും സ്ത്രീയെ ടോർച്ചർ ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടില്ല സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതിലും അർത്ഥമൊന്നുമില്ല. ഒരു മുൻ DGP പറയുകയാണ്, ആർത്തവം എന്നുള്ളത് അത് സ്വകാര്യമായി വെക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഇതേപോലെ അവധി കൊടുക്കുന്ന സമയത്ത് അത് സ്കൂളുകാരറിയും, നാട്ടുകാരറിയും, മറ്റുള്ള പബ്ലിക്കൊക്കെ അറിയും. അതുകൊണ്ട് ഇത് മറച്ചു വെക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ല, അത് അവരുടെ വിവരക്കേടാണത്. കാരണം ഇത് നമ്മൾ പ്രത്യേകിച്ച് കൊണ്ടുവച്ച സാധനമൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ ടോയ്ലറ്റ് പോകുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റുകളൊക്കെ വേണ്ടെന്ന് പറയണ്ടേ, ശൗചാലയങ്ങൾ വേണ്ടെന്ന് പറയണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് മറച്ചു വെക്കേണ്ടതുകൊണ്ടാണ് ഡോറൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടാവുകയാണ്. അത് ആദ്യം വളരെയധികം നിന്ദിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളിൽ തീണ്ടാരിയായ പെണ്ണ് ഇങ്ങനെ പറയുന്ന അറപ്പുള്ള മുഖത്തോടു കൂടി പറയുന്നത് ഇന്നൊരു അതായത് ഒരു സാമൂഹ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒന്നായി, ഒരു പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറി എന്നുള്ളത് അവൾക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.